ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. നമ്മുടെ അർജുനൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ കുവൈറ്റിലാണ്. പക്ഷേ ആ ഒരു സഹോദരൻ്റെ വിയോഗം ഞാൻ വല്ലാതെ വേദനിച്ച കുറേ നാളുകളാണത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഒരു സഹോദരൻ നഷ്ടപ്പെട്ട ഒരു കുടുംബം, ഒരച്ഛനും അമ്മയ്ക്കും ഒരു മകൻ നഷ്ടപ്പെട്ടു, ഒരു കുഞ്ഞിനൊരച്ഛൻ നഷ്ടപ്പെട്ടു, അനിയനൊരു ഏട്ടൻ നഷ്ടപ്പെട്ടു. ഈ ലോകത്തെ എല്ലാവരുടെയും മക്കളാണ്, അനിയനാണ്, ഏട്ടനാണ്. എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. ആ ഒരു ഇത് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വയനാട്ടിൽ ആയിരങ്ങൾ വരെ മരിച്ചു പോയത്. പക്ഷേ മരണം ഒരു സ്വാഭാവികമാണ്. അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ ജനിച്ചാൽ മരിക്കണം. അത് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അർജുൻ്റെ സഹോദരി ആളിത്തിരി ഒരു ഭയങ്കര ഒരു ഞാൻ എന്നുള്ളൊരു തൻ്റെ ഇടക്കാരിയാണ് എന്നാണ് എനിക്ക് അവരുടെ മുഖം കാണുമ്പോൾ തോന്നിയത് കേട്ടോ. അല്ലാണ്ട് ആരും പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അർജുനൻ ഒരു ജോലി ചെയ്യുന്നു. അതിൻ്റെ മുതലാളി, ആ മുതലാളി വരുത്തിയതല്ല ഈ അപകടം എന്ന് പറയുന്നത്. അപകടം പ്രകൃതിയിൽ നിന്ന് വന്നതാണ്. അതിലൊരു അപകടം സംഭവിച്ചു. ആ അർജുനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര നാൾ ജീവിക്കണമെന്ന് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ തലയിലുള്ളത്, കൂടെ ഉള്ളത് എന്ന് പറയാൻ മരണം മാത്രമാണ്. സ്വത്തും മുതലും കൂടപ്പുറപ്പുകളും അച്ഛനും അമ്മയും ഒന്നും ആരുമില്ല. നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് മരണമാണ്. അത് ഏത് സമയത്ത്, എവിടെ, എപ്പോൾ, അത് നമ്മൾ ജനിക്കുമ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ നടക്കുള്ളൂ. അതിന് മനാഫിനെ ദേഷ്യം വന്നിട്ട് പറഞ്ഞതാണോ, മനഃപൂർവ്വം എന്തോ ആ പെൺകുട്ടീൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണോ, മീഡിയകളിനെ പറയുന്നു, ഗവൺമെൻറ്റുകളിനെ പറയുന്നു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നു. ഈ 72 ദിവസം ഈ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ നിന്ന് ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അയാളെ തൊഴുതേണ്ട ഒന്നും പറയുന്നില്ല. ഒരു നന്ദി വാക്ക് അത് പറയാമായിരുന്നില്ലേ? ഇപ്പോൾ ഇത്രയും അർജുൻ്റെ സഹോദരി പുകഴ്ത്തി പറഞ്ഞ ഈ ആൾക്കാരൊക്കെ 10 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ പാട്ടിന് പോകും. മീഡിയകൾ, ഗവൺമെൻറ്റുകൾ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വലിയ പൊങ്ങച്ചത്തിൽ പറയണ്ടല്ലോ. അത് കഴിഞ്ഞു ഇനി. അപ്പോഴും ഒരു സഹോദരൻ്റെ ഭാഗത്തിൽ നിന്ന് ചെയ്ത മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ നിങ്ങളിൻ്റെ കൂടെ അയാളിൻ്റെ മരണം വരെയും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവുണ്ടോ? അയാൾ പറഞ്ഞ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എനിക്കിനി 4 മക്കളാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്, അർജുൻ്റെ അമ്മയും അച്ഛനും എന്നൊക്കെ. അപ്പോൾ ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആ ഒരു സ്ത്രീക്ക് പിന്നെ ഈ ലോകത്തിൽ ആരെയും മനസ്സിലാക്കാൻ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ അതിൻ്റെ വേദനകൾ അറിയുള്ളൂ. പ്രകൃതി ചെയ്തു വെച്ച ഒരു ദുരന്തത്തിന് അയാളോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഞാൻ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് കൂടിയാണ് പറയുന്നത്. ആര് പുകഴ്ത്തി പറഞ്ഞാലും പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും നമ്മളിൻ്റെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക. ഇനി അർജുൻ്റെ പെങ്ങൾ പറഞ്ഞില്ല, ഇല്ലെങ്കിൽ അർജുൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞില്ല, ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞില്ല, ഇല്ലെങ്കിൽ മീഡിയക്കാർ പറഞ്ഞില്ല, മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇനി സ്വന്തം മനസാക്ഷിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് അയാൾ ചെയ്തു, ഇനിയും ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു മനുഷ്യധർമ്മം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ജാതിനെ പറ്റിയിട്ട് അതിലൊരു ഇത് കണ്ടു ഞാനൊരു ഹെഡ്.
ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല മനുഷ്യരെ. നിങ്ങൾ ഇനിയെങ്കിലും ആ തലയിലൊന്ന് ഇത്തിരി ഒന്ന് ബോധം വരട്ടെ. ഒരു ദുരിതം വന്നു, വയനാട്ടിൽ ഒരു ദുരിതം വന്നു. അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞാണോ പ്രകൃതി കൊണ്ടുപോയത് അത്രയും മനുഷ്യരനെ? എന്നിട്ടും ഇനിയും നിങ്ങൾക്കൊന്നും മനസ്സിലാകണില്ലെങ്കിൽ ഇനി നിങ്ങളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മനസ്സിലാവുണ്ടോ? ആ ഒരു കുട്ടി കുറേ നിങ്ങൾ മറ്റേ അർജുൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ടു, ഇന്നവിടെ മണ്ണിടിഞ്ഞ അതിൻ്റെ ചുവട്ടിൽ ഇവിടെ തരികയും അവിടെ തരികയും ഇവിടെ തരികയും എന്ന് പറഞ്ഞല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ വൈകിയത്. മനസ്സിലാവുണ്ടോ? അതേ സമയത്ത് ആരുടെയെങ്കിലും ഒരു ബുദ്ധിയിൽ ആ വണ്ടി ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. ആ വണ്ടി നിന്ന ഭാഗത്തിൽ നിന്ന് ആ കടയും അവരും പോയിട്ടുണ്ടെങ്കിൽ അത്രയും ശക്തിയിലാണ് ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ അപകടം അന്നേരം നിങ്ങൾക്ക് തോന്നിയില്ലേ ഈ ബുദ്ധിയൊന്നും? അത് വെള്ളത്തിൽ പോകാൻ സാഹചര്യമുണ്ട്, ഇല്ലെങ്കിൽ പോയിട്ടുണ്ടാകും. ചായക്കട പോയപ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ അർജുനൻ്റെ വണ്ടി അവിടെ നിൽക്കുന്ന ഭാഗമാണല്ലോ ചായക്കട നിൽക്കുന്നത്. ഒരു സമയം അത് അതിൽ കൂടെ പോയിട്ടുണ്ടാകും എന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? അത്രയും മണ്ണ് ആ പുഴയിൽ നിൽക്കുകയായിരുന്നില്ലേ? അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒരു സഹോദരൻ പോയി, നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ചിന്തിക്കണ്ട. മനസ്സിലായോ? എന്തായാലും ഈ മനാഫ് എന്ന വ്യക്തി ആ വണ്ടിയിൽ കിട്ടുന്ന ഇൻഷുറൻസ് മുഴുവനും ആ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് അർജുനെ തിരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക. ഒരു മനുഷ്യൻ്റെ ധർമ്മമാണ്, നിങ്ങളുടെ കടമയാണത്. ആ കുട്ടി വലുതായി ആ കുട്ടി ഒരുമാതിരി ആകുന്ന വരയ്ക്ക് നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ അവർ നമ്മളെ ഒരു ഇത് പറഞ്ഞില്ല, നന്ദി വാക്ക് പറഞ്ഞില്ല, വേണ്ട. ഒരു നന്ദി വാക്കും ആരോടും പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യരുത് എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആരോടും ഇന്നവർക്ക് ഇന്നത് ചെയ്തു, ഇല്ലെങ്കിൽ ഇത്ര ചെയ്തു, ഇത്ര കൊടുത്തു എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം ആരിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു നന്ദി വാക്കോ ഇല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടും തിരിച്ച് തരും എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും ഒന്നും ചെയ്യാറില്ല. എൻ്റെ മനസാക്ഷി ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതിനാരും ഇപ്പം നല്ലത് പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്ന പോലെ തന്നെ ഞാനും പറയുന്നു, എത്രയെത്ര മരണങ്ങൾ വയനാട്ടിൽ നടന്ന, എത്രയെത്ര നാക്ക്, ബോഡി, കാല്, കണ്ണ്, ഗർഭപാത്രം, കൈ, കാല്, എത്ര മരണങ്ങൾ നമ്മളെല്ലാം കണ്ടതല്ലേ. പിന്നെ എന്തിന് സങ്കടപ്പെടണം? എത്ര ആർക്കെങ്കിലും തടുത്തു നിർത്താൻ പറ്റിയോ? ഒരു ജാതിക്ക് പറ്റിയോ? ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് ഈ മത്സരം നടത്തുന്ന ജനങ്ങൾക്ക് പറ്റിയോ എന്നാണ് ചോദിക്കുന്നത് ആ ദുരന്തം നിർത്താൻ. അപ്പോൾ ദൈവം എന്ന ഒരു ശക്തി, ഈ പ്രകൃതി എന്ത് ചിന്തിക്കുന്നു ആ പ്രകൃതി അത് ചെയ്തിരിക്കും. അതിന് ജാതിക്കും മതത്തിനും ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പണത്തിന് കഴിയില്ല, സ്വത്ത് മുതലിന് ഒന്നിനും പ്രകൃതി തരുന്ന അപകടങ്ങളെ നിർത്താൻ ആർക്കും കഴിയില്ല. അത് പ്രകൃതി നിയമമാണ്. ഒരു ശക്തിയുണ്ട് ഈ ലോകത്തിൽ, ആ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് ആരെ കൊണ്ടും നിർത്താനാവില്ല. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന ആ സഹോദരന് ഞാൻ 1000 നന്ദി പറയുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. മരിച്ചുപോയ അർജുനൻ്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാകും എന്ന് വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. അവരുടെ സഹോദരി പറഞ്ഞോ അച്ഛനും അമ്മയും പറഞ്ഞോ അതൊന്നും നിങ്ങൾ ആരും കണക്കാക്കണ്ട. അതിലാരും ജാതി മതത്തിനെയും കൊണ്ട് കിഴിക്കുകയും വേണ്ട.
അതല്ല, മനുഷ്യർ ആയി ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ് മനാഫ് പറയുന്ന സഹോദരൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ മനാഫ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അറിയില്ല, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമുള്ളൂ. 1000 നന്ദിയും എൻ്റെ വക ഒരു സല്യൂട്ടടിയും. ഓക്കെ, ബൈ. ഹരേ കൃഷ്ണ.